ഇബ്രാഹിം ബേവിഞ്ച മാഷിന്റെ കൃതികൾ കാലത്തിന്റെ നാൽക്കവലകളിലെ ദിശാബോധകങ്ങളായ ചൂണ്ടുപലകകളാണെന്ന് കവിയും പ്രഭാഷകനുമായ CM വിനയചന്ദ്രൻ മാഷ്. ഇബ്രാഹിം ബേവിഞ്ച ഫൗണ്ടേഷനും കോലായ് ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമും സംയുക്തമായി സംഘടിപ്പിച്ച പ്രൊഫസർ ഇബ്രാഹിം ബേവിഞ്ച മാഷിന്റെ അനുസ്മരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. Gold and diamonds, Kerala and Karnataka, the glow of purity. എഴുത്തുകാർ സമൂഹ മനസാക്ഷിയുടെ കാവൽക്കാരാണെന്നും ഈ വിശേഷണം ആത്മഗൗരവവും ഉത്തരവാദിത്വബോധവുമുള്ള എല്ലാ എഴുത്തുകാർക്കും ബാധകമാണെന്നും കവിയും പ്രഭാഷകനുമായ CM വിനയചന്ദ്രൻ മാഷ് അഭിപ്രായപ്പെട്ടു. കാസർഗോഡ് സിറ്റി ടവർ ഹാളിൽ ഇബ്രാഹിം ബേവിഞ്ച ഫൗണ്ടേഷനും കോലായ് ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമും സംയുക്തമായി സംഘടിപ്പിച്ച പ്രൊഫസർ ഇബ്രാഹിം ബേവിഞ്ച മാഷിന്റെ അനുസ്മരണവും കോലായ് നൽകുന്ന അക്ഷരാമൃതം അവാർഡ് ദാന ചടങ്ങും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാലത്തിന്റെ നാൽക്കവലയിലെ ദിശാബോധകങ്ങളായ ചൂണ്ടുപലകകളാണ് ബേവിഞ്ച മാഷിന്റെ ഓരോ കൃതികളെന്നും അദ്ദേഹം പറഞ്ഞു. കോളേജ് അധ്യാപകൻ എന്ന നിലയിൽ, ഗ്രന്ഥകാരൻ എന്ന നിലയിൽ, സാംസ്കാരിക ഗവേഷകൻ എന്ന നിലയിൽ, കോളമിസ്റ്റ് എന്ന നിലയിലൊക്കെ തന്നെ ഒരുപക്ഷെ അധികം പേർക്ക് അവകാശപ്പെടാൻ സാധിക്കാത്ത തരത്തിലുള്ള ഇടപെടലിന്റെ വൈപുല്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അദ്ദേഹത്തിന്റെ നേരിട്ടുള്ള ഒരു ശിഷ്യനല്ലെങ്കിലും ഇബ്രാഹിം ബേവിഞ്ച മാഷ് എന്റെ ഒരു ഗുരുനാഥനാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്ന് പ്രൈവറ്റായി മലയാളം BA ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ രജിസ്റ്റർ ചെയ്ത് പഠിക്കുന്ന സമയത്ത് അന്ന് കോളേജിൽ ഈ പഠിക്കുന്ന കുട്ടികൾക്ക് യൂണിവേഴ്സിറ്റി അയച്ചു തരുന്ന പാഠക്കുറിപ്പുകളുടെ നോട്ട് അവർ അയച്ചു തരുന്നു. മലയാളം ഐച്ഛിക വിഷയമായിട്ടും ഇംഗ്ലീഷായിട്ടും മറ്റു വിഷയങ്ങൾക്കൊക്കെ ഈ ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ പഠിക്കുന്ന കുട്ടികൾക്ക് പഠിക്കാനുള്ള നോട്ട് അച്ചടിച്ച് അയച്ചു തരികയാണ് ചെയ്യുക. അങ്ങനെ കിട്ടിയ മലയാളം വിഷയത്തിലുള്ള പാഠക്കുറിപ്പുകളിൽ പലതും തയ്യാറാക്കിയിരുന്ന ഒരാളായിരുന്നു ഇബ്രാഹിം ബേവിഞ്ച മാഷ്. ആ പാഠക്കുറിപ്പുകൾ വായിച്ചിട്ടാണ് അന്ന് പരീക്ഷ എഴുതിയത്. ഞാൻ പറഞ്ഞു വരുന്നത്, നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തെക്കിലെ ഒരു നാട്ടിൻപുറത്തെ വായനശാലയിൽ നിന്ന് വായനാ ജീവിതം ആരംഭിച്ചു കേരളത്തിലുടനീളം പടർന്നു പന്തലിച്ച ഒരു സാംസ്കാരിക ജീവിതത്തിലേക്ക് നമ്മുടെ ഈ വടക്കേ അറ്റത്തെ മണ്ണിൽ നിന്ന് ഒരാൾ ഉയർന്നു വരിക എന്നുള്ളത് ഒരു കാലത്ത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമായിരുന്നു. കോരപ്പുഴക്കിപ്പുറം എന്ത് സാഹിത്യം എന്നത് ഒരു കാലത്ത് വളരെയധികം മുഴങ്ങിക്കേട്ട ഒരു വാക്യമായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് കോരപ്പുഴക്കിപ്പുറാണ് സാഹിത്യത്തിന്റെ വലിയ പ്രധാനപ്പെട്ട കുറെ അനുഭവങ്ങൾ. ഒരു കാലത്ത് നമ്മുടെ മണ്ണിന് സിനിമ അപ്രാപ്യമായിരുന്നു, അല്ലേ? സിനിമയൊക്കെ മദിരാശിയിലും ഒറ്റപ്പാലത്തും ഒക്കെ ആണെന്ന് നമ്മൾ വിചാരിച്ചിരുന്ന ഒരു കാലമൊക്കെ മാറി. സിനിമ മുഴുവനും വടക്കൻ കേരളത്തിലായി. ഏറ്റവും മികച്ച സിനിമകൾ ഉണ്ടായി വരുന്ന ഇടം കൂടിയായി. സിനിമ ഷൂട്ട് ചെയ്യുന്ന സ്ഥലം എന്നുള്ള രീതിയിൽ മാത്രമല്ല, ഏറ്റവും മികച്ച സിനിമകൾ ഉണ്ടായി വരുന്ന പ്രതിഭകളുടെ ഇടം കൂടിയായി നമ്മുടെ വടക്കൻ കേരളം ഇതിനകം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ബേവിഞ്ചയുടെ പേരിൽ ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാരമായ അക്ഷരാമൃതം മികച്ച മാഗസിൻ ഇറക്കിയ ചിർക്കള സൈനബ് മെമ്മോറിയൽ കോളേജിന്റെ ഗൗജി ഗൗനീതം ജീവികയ്ക്ക് നൽകി. അധ്യക്ഷത വഹിച്ച നഗരസഭ വൈസ് ചെയർമാൻ KM ഹനീഫ് അവാർഡ് ദാന ചടങ്ങും നിർവഹിച്ചു. ഹസൈനാർ തോട്ടുംഭാഗം, P ദാമോദരൻ, ഡോക്ടർ MK നീന, റഫീഖ് മാസ്റ്റർ, അസ്മാസ് അഹമ്മദാജി, സുലൈഖ മാഹിൻ, കരീം ചൌക്കി, CL ഹമീദ്, മുംതാസ് ടീച്ചർ, SAM ബഷീർ, റഫീഖ് നങ്ങാരത്ത്, മുഹമ്മദ് മിസ്ഹാബ് എന്നിവർ സംസാരിച്ചു. സ്കാനിയ ബെദിര സ്വാഗതവും ഷബാന ഇബ്രാഹിം ബേവിഞ്ച നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.